വിവാഹ ജീവിതം ഒരു ഫോൺ വാങ്ങുന്ന പോലെയാണ്, ഒരു പുതിയ ഫോൺ വാങ്ങുന്ന പോലെയാണ്. ധാരാളം പുതിയ ഫീച്ചേഴ്സുള്ള, ആവേശമുണർത്തുന്ന, നല്ല പുതുമകളുള്ള ഒരു പുതിയ ഫോൺ. എന്നാൽ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യക്ഷമത കുറയും, അത് യൂസ് ചെയ്യുമ്പോൾ വല്ലാതെ ലാഗിങ് ഉണ്ടാവും. ഇതേപോലെ തന്നെയല്ലേ ദാമ്പത്യ ജീവിതം? ദാമ്പത്യ ജീവിതത്തെ കൂടുതൽ ശക്തമാക്കുന്ന, ദാമ്പത്യ ജീവിതം കൂടുതൽ അർത്ഥപൂർണ്ണമാക്കുന്ന അതിനുവേണ്ടിയുള്ള വീഡിയോ സീരീസിലെ 23ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം മറ്റൊന്നുമല്ല, ദാമ്പത്യ ജീവിതത്തിലെ വിരസതയെക്കുറിച്ചാണ്. ആ വിരസത എങ്ങനെ മാറ്റുന്നതിനെക്കുറിച്ചാണ്. പേയ്മെൻറ്റ് കൊടുക്കാനുള്ള പലതരത്തിലുള്ള ബില്ലുകൾ, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, കുട്ടികളുടെ പേയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഫീസിൻ്റെ പേയ്മെൻറ്റ്, അങ്ങനെ പലതരം ബില്ലുകൾ, ചിലതൊക്കെ ഡ്യൂ ആയിട്ടുള്ളത്, വീട്ടിലെ സാധനങ്ങൾ, പച്ചക്കറികൾ, പലവ്യഞ്ജനങ്ങൾ, പലചരക്കുകൾ, പല സാധനങ്ങൾ. അങ്ങനെ ഇതിൻ്റെയൊക്കെ ഇടയിൽ റൊമാൻസിന് വല്ല സ്വാധീനമുണ്ടോ, വല്ല സ്ഥാനമുണ്ടോ? പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ഈ അവസ്ഥയാണോ റൊമാൻസിന്? നമ്മൾ ഈ സംസാരിക്കുന്ന വിരസത എന്ന് പറയുന്നത് അത് സ്നേഹമില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതല്ല. അത് വീട്ടിലെ പ്രാരാബ്ദങ്ങൾ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രാരാബ്ദങ്ങൾ, അത് വരുമ്പോൾ ഈ റൊമാൻസിൻ്റെ ആവേശം സാവകാശം കുറഞ്ഞു വരുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. പേടിക്കേണ്ട ആവശ്യമില്ല. ഈ വിരസത എന്ന് പറയുന്നത് ഒരു അടയാളമാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഈ വിരസത അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ തിരിച്ചറിയാം? ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പേയ്മെൻറ്റിനെ കുറിച്ച് മാത്രം ചർച്ച. മറ്റ് പല കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, പക്ഷേ ചർച്ച ചെയ്യുന്നത് പേയ്മെൻറ്റിനെ കുറിച്ച് മാത്രം. 2, ഒരുമിച്ചുള്ള യാത്രകൾ തീരെ കുറവ്. പണ്ട് ഒരുമിച്ച് ധാരാളം യാത്രകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പം ഒരുമിച്ചുള്ള യാത്രകൾ തീരെയില്ല. 3, ശാരീരിക സ്പർശനം തീരെ കുറയുന്നു. 4, പങ്കാളി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലായി, എന്താ പറയാൻ പോകുന്നത് മനസ്സിലായി. 5, ഏറ്റവും വലിയ സന്തോഷം സ്വന്തം ഫോൺ നോക്കിയിരിക്കുന്നതാണ്. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ നിസ്സംശയം പറയാം, വിരസത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് എങ്ങനെയൊന്ന് മാറ്റിയെടുക്കാം? 1, ബ്രേക്ക് ദ പാറ്റേൺ. ബർത്ത്ഡേ, ഹാപ്പി ആനിവേഴ്സറി ഡേ, വാലന്റൈൻസ് ഡേ, ഇങ്ങനെയുള്ള ഡേകൾക്ക് വേണ്ടി ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് വേണമെങ്കിൽ, ഇപ്പോൾ വേണമെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ലെറ്ററെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സർപ്രൈസ്, എന്ത് വേണേ ആയിക്കോട്ടെ, സർപ്രൈസ് കൊടുക്കാം. 2, ബ്രിങ് ബാക്ക് മെമ്മറീസ്. കഴിഞ്ഞ കാലത്തെ മാധുര്യമേറിയ നിമിഷങ്ങളെ പുനരാവിഷ്കരിക്കാം. ആദ്യമായി കണ്ട സ്ഥലം, അല്ലെങ്കിൽ ഹണിമൂണിന് ആദ്യമായിട്ട് പോയ സ്ഥലം, അങ്ങനെ ഉള്ള ആ മാധുര്യമേറിയ നിമിഷങ്ങളെ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യാം. അതിലൂടെ സാവധാനം നമുക്ക് വിരസത അകറ്റാം. 3, ലവ് ടുഗദർ. കോമഡി ഷോ കണ്ടോ, നർമ്മം നിറഞ്ഞ സിനിമകൾ കണ്ടോ, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിയാക്കിയോ നമുക്ക് ചിരിക്കാം. ഈ ചിരിയും റൊമാൻസും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. 4, ലേൺ സംതിങ് ന്യൂ ടുഗദർ. ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പുതിയ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നതോ, ഗാർഡനിങ്ങോ, പുതിയ പാചക പരീക്ഷണമോ, ഡ്രൈവിങ്ങോ, സ്വിമ്മിങ്ങോ, എന്തുമാവട്ടെ, പുതിയ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. 5, ചെറിയ സാഹസിക കാര്യങ്ങൾ ചെയ്യുക. ഓഫ് റോഡ് ട്രക്കിങ്ങോ, പാരാഗ്ലൈഡിങ്ങോ, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലേക്കുള്ളൊരു ഡ്രൈവോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സാഹസികമായ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുകയോ ഒറ്റയ്ക്ക് ചെയ്യുകയോ ചെയ്യാം. 6, ടേക്ക് ഡിസിഷൻ ടുഗദർ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കുക. ചുംബനങ്ങൾ ഉൾപ്പെടെയുള്ള സ്നേഹപ്രകടനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുക. നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക ആപ്പുകളും അത് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഇനി അപ്ഡേഷൻ നടക്കുന്നതിൽ എന്ത് പറ്റും? തീർച്ചയായിട്ടും അതിൻ്റെ കാര്യക്ഷമതയെ ബാധിക്കും. ഇത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും ബാധകമാണ്. ദാമ്പത്യത്തിലെ വിരസത എന്ന് പറയുന്നത് സ്നേഹക്കുറവുകൊണ്ടല്ല, മറിച്ച് പുതുമയില്ലാത്തതുകൊണ്ടാണ്. പങ്കാളിയോടുള്ള കൗതുകം കുറയുക എന്ന് വെച്ചാൽ ആ പങ്കാളിയോട് സ്നേഹവും, പങ്കാളിയോട് താല്പര്യവും, പങ്കാളിയോടുള്ള ഒരു അഭിനിവേശവും എല്ലാം കുറയും. നിങ്ങളുടെ പ്രേമകഥ ഇതുവരെയും രചിക്കപ്പെട്ടിട്ടില്ല, ശരിയല്ലേ? എങ്കിൽ നമുക്കിത് എഴുതാം.
നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പ്രേമകഥയുടെ രചയിതാവ്. രസകരമായ അപ്രതീക്ഷിതമായ ഒരു റൊമാൻറ്റിക് മൊമെൻറ്റ് പ്ലാൻ ചെയ്യൂ. എറിക് ബേണിൻ്റെ ട്രാൻസാക്ഷൻ അനാലിസിസ് അല്ലെങ്കിൽ TA എന്ന് പറയുന്ന മനഃശാസ്ത്ര വിഭാഗത്തിൽ ഒരു വ്യക്തിയിൽ 3 ഈഗോ സ്റ്റാറ്റസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. 1 പേരൻറ്റ്, 2 അഡൽട്ട്, 3 ചൈൽഡ്. ഇതിൽ ഈ പേരൻറ്റും അഡൽട്ടും ഒക്കെ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ആടി തിമിർക്കുന്നവരാണ്. അതിലാണ് നമ്മൾ കൂടുതൽ സമയവും. എന്നാൽ ചൈൽഡ് എന്ന് പറയുന്നത് കുട്ടി, ആ റോള് നമ്മൾ പലപ്പോഴും വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള കുട്ടിയെ ഇടയ്ക്കൊക്കെ പുറത്തു കൊണ്ടുവരണം. ഇടയ്ക്ക് പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ കൂടുതൽ സന്തോഷം നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഈ ചൈൽഡ് എന്ന് പറയുന്ന ഈഗോ സ്റ്റാറ്റസിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഉള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം നമുക്കുണ്ടാവും. വായിക്കാത്ത പുസ്തകവും ചെലവഴിക്കാത്ത പണവും പ്രകടിപ്പിക്കാത്ത സ്നേഹവും ഒരു പ്രയോജനമില്ല. മറഞ്ഞിരിക്കുന്ന സ്നേഹത്തെ തിരിച്ചു കൊണ്ടുവരാം. ഇന്നലകളിലെ പ്രസരിപ്പും ചുരുർക്കും ഒക്കെ നമുക്ക് സാവധാനം ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. വിജയകരമായ ദാമ്പത്യം എന്ന് പറയുന്നത് ഒരേ വ്യക്തിയുമായി പലതവണ വീണ്ടും വീണ്ടും പ്രണയത്തിലാവുന്ന. പ്രണയിക്കൂ, പ്രണയിച്ചുകൊണ്ടേയിരിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.